വെട്ടിത്തെളിക്കാൻ പറ്റിയില്ലെങ്കിലും അതൊന്ന് മിനുക്കിയെടുക്കാൻ ഈ പാക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കും. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: വീട്ടുകാർ കാണാതെ അടിച്ചു മാറ്റിയ വെണ്ടയ്ക്ക 3-4 എണ്ണം, ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടെങ്കിൽ മാത്രം മതി, പിന്നെ വെള്ളം. ഇതെല്ലാം ഇട്ട് നന്നായി തിളപ്പിക്കുക. സംഗതി റെഡി. തിളപ്പിച്ച വെണ്ടയ്ക്കയും ഓറഞ്ച് തൊലിയും ഇനിയൊന്ന് ഫിനിഷിംഗ് ടച്ച് കൊടുക്കാൻ പോവുകയാണ്. അരച്ചെടുത്ത സാധനം നേരെ ഒരു അരിപ്പയിലേക്ക് മാറ്റുക. നന്നായി പിഴിഞ്ഞ ആ ജെല്ലി കൺസിസ്റ്റൻസി മാത്രം എടുത്താൽ മതി. ഇനി ഈ കിട്ടിയ ജെല്ലി നേരെ തലയിലോട്ട് അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. തലയോട്ടി മുതൽ മുടിയുടെ അറ്റം വരെ 1 ഇഞ്ച് പോലും വിടാതെ തേച്ച് പിടിപ്പിക്കണം. അടുത്തതാണ് മെയിൻ ഐറ്റം. ഒരു 5 മിനിറ്റെങ്കിലും തല നല്ലോണം മസാജ് ചെയ്യണം. സ്വന്തം തലയാണെന്ന ബോധം വേണം, അല്ലാതെ തേങ്ങ ചിരകുന്ന പോലെ ചെയ്യരുത്. ഈ മസാജ് വഴി തലയിൽ രക്തയോട്ടം ഒന്ന് ഉഷാറാവട്ടെ. ഇനി നേരെ പോയി ഒരു അടിപൊളി കുളി അങ്ങ് പാസ്സാക്കുക. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡോവിൻ്റെ ബേബി ഷാമ്പു ആണ്. വെണ്ടയ്ക്കയും തേച്ച് ബേബി ഷാമ്പുവിൽ കുളിച്ചു വന്ന ആ പാവം മുടിക്ക് ഇനി നമുക്ക് കുറച്ചൊക്കെ പരിഗണന കൊടുക്കാം. കുറച്ച് റോസ്മേരി ഓയിലും ബി ബ്ലെൻഡ് അഡ്വാൻസ് സ്മൂത്തനിങ് ക്രീമും കൂടിയെടുത്ത് തമ്മിൽ നല്ലോണം അങ്ങോട്ട് യോജിപ്പിക്കണം. ഇനി അത് മുടിയിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. മുടിയുടെ ഓരോ ഇഴയിലും അത് നല്ലോണം പിടിപ്പിക്കണം. സിറം തേച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ തിളങ്ങും. മിന്നൽ മുരളി പോലും തോറ്റുപോകും ആ തിളക്കത്തിന് മുന്നിൽ. പിന്നെ ലാസ്റ്റായൊരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ കൂടെ അടിച്ചാൽ ശുഭം. ഇനി ഹെയർ ഡ്രയർ എടുത്ത് മുടിയിലൊന്ന് പിടിച്ചാലോ? പക്ഷേ ഇത് എന്നും ചെയ്യാനുള്ളൊരു പരിപാടിയാണെങ്കിൽ അത് വേണ്ട കേട്ടോ. എന്നും ഡ്രയർ അടിച്ചാൽ പിന്നെ മുടി ഉണങ്ങിയ വെണ്ടയ്ക്ക പോലെയാവും. സൂക്ഷിച്ചു. ഇനി നമുക്കൊരു ട്രാൻസിഷൻ സീൻ പിടിച്ചാലോ? സത്യം പറഞ്ഞാൽ ഇത്രയും നേരം അടുക്കളയിലിരുന്ന തക്കാളിയുടെയും മുളകിൻ്റെയും ഇടയിൽ വെറുതെ ഇരുന്ന ഒരു പാവം വെണ്ടയ്ക്ക് വിചാരിച്ചോ താൻ നാളെ ഒരു സുന്ദരിയുടെ തലയിൽ ഹീറോ ആവുമെന്ന്? എന്താലേ?